ഒട്ടനവധി കഥകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഭാഗവതം, അല്ലേ? നമ്മുടെ പുരാണങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഈ 18 പുരാണങ്ങളുടെയും രചനാ സവിശേഷത എന്ന് പറയപ്പെടുന്നത് ഏതൊരു വ്യക്തിയെയും ആകർഷിക്കാൻ സാധിക്കുന്ന കഥകൾ കൊണ്ട് കോർത്തെടുത്ത ഒരു മാലയെ പോലെയാണ് പുരാണം നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതം ആയിക്കോട്ടെ, ശിവപുരാണം ആയിക്കോട്ടെ, ദേവീ ഭാഗവതം ആയിക്കോട്ടെ, ഏത് പുരാണങ്ങളും കഥകളാൽ അലങ്കരിക്കപ്പെട്ടതാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ വ്യാസഭഗവാൻ ഈ പുരാണങ്ങളെയൊക്കെ രചിച്ചതിൻ്റെ ഉദ്ദേശം നമ്മളെ കുറേ കഥ പഠിപ്പിച്ച്, കുറച്ച് രസിപ്പിച്ച്, ആനന്ദിപ്പിച്ച് നമ്മുടെ കുറേ സമയത്തെ കളയാൻ വേണ്ടിയിട്ടാണോ? ആണോ? കുറച്ച് രസമൊക്കെ കിട്ടി, ഒരു സന്തോഷമൊക്കെ കിട്ടി, ഒരു സിനിമ കാണുന്നത് പോലെ കുറച്ച് കഥയൊക്കെ കേട്ട് ഒരു ആനന്ദം ഒക്കെ കൊടുത്ത് കുറച്ച് സമയം മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ ചമച്ചതെന്ന് ചോദിച്ചാൽ, പുരാണങ്ങളിൽ രചിക്കപ്പെട്ടതിന് ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് പരമമായ അറിവിനെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതായിരുന്നു വ്യാസന്റെ ആഗ്രഹം. ഏതൊന്നറിഞ്ഞാലാണോ സർവ്വതും അറിഞ്ഞതിന് തുല്യമായി മാറുന്നത്, അത്തരത്തിലുള്ള പരമമായ അറിവ്, പൂർണ്ണതയാർന്ന അറിവ്. കാരണം പിന്നെ ഒന്നും അറിയേണ്ടതില്ല, എല്ലാം അറിയാൻ സാധിക്കുന്ന പൂർണ്ണതയാർന്ന അറിവിനെ പകർന്നു കൊടുക്കുക എന്നതാണ് ലോകഗുരുവായ വ്യാസന്റെ ഉദ്ദേശം. വ്യാസനെ ഭാഗവതം വർണ്ണിക്കുമ്പോൾ പറയും, സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. ആര്? വ്യാസനായതും വിഷ്ണു തന്നെയാണ്. നമ്മൾ വിഷ്ണുവിൻ്റെ ദശാവതാരത്തിലാണ് ഇപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ഭഗവാന്റെ അവതാരം എത്ര ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എത്ര പറയും? 10. പക്ഷെ ഭാഗവതത്തിൽ കടന്ന് ചിന്തിക്കുമ്പോൾ ഭാഗവതത്തിൽ ഭഗവാന്റെ അവതാരം 10 അല്ല, അതിൽ കൂടുതലുണ്ട്. നമുക്ക് ഓരോന്ന് ചർച്ച ചെയ്ത് വരുമ്പോൾ എണ്ണി ചർച്ച ചെയ്ത് വരുമ്പോൾ 22 അവതാരങ്ങളെ എവിടെ കാണാം? ഭാഗവതത്തിൽ കാണാം. ഈ 22 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വ്യാസൻ പിന്നീട് ഒന്നുകൂടി പറയുന്നുണ്ട്, ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. എല്ലാം ഒന്നും എടുത്തങ്ങോട്ട് പറയാൻ സാധിക്കത്തില്ല. എത്ര അവതാരം ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പറ്റുമോ? ഭഗവാൻ ഇങ്ങനെ അവതാരങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് അസംഖ്യമാണ്. അതുപോലെ തന്നെ അവർണ്ണനീയമാണ്. പരിപൂർണമായി വർണ്ണിപ്പിച്ച് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിലൊരു അവതാരം തന്നെയാണ് ആര്? വ്യാസൻ. വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാശിഷ്ഠായ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാസനെ സ്തുതിക്കുന്നത് തന്നെ. വ്യാസേന സ്വയം നാരായണ, സാക്ഷാൽ നാരായണൻ തന്നെയാണ് ആര്? വ്യാസനായിട്ടുള്ളത്. അപ്പോൾ ആ വ്യാസൻ ഈ വേദജ്ഞാനത്തെ സർവ്വജനങ്ങളിലേക്കും എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേദങ്ങളെ പകുത്തു, 4 വേദങ്ങളെ സൃഷ്ടിച്ചു. ഏതൊക്കെ 4 വേദങ്ങൾ? ഉറക്കെ പറയണം കേട്ടോ. ഋക്ക്, യജുസ്, സാമം, അഥർവം. മുമ്പേ പറഞ്ഞില്ലേ, തെറ്റായാലും ശരിയായാലും നമ്മൾ ഭഗവാന്റെ മുന്നിലല്ലേ ഇരിക്കുന്നത്. നമുക്കൊരു ആത്മവിശ്വാസം വേണ്ടേ? നമ്മൾ ഉറക്കെ പറഞ്ഞ് ശരിക്കുക. അപ്പോൾ 4 വേദങ്ങളെ കൃത്യമാക്കി അതിനുശേഷം ബ്രഹ്മസൂത്രം പോലെയുള്ള ഉപനിഷത്ത് ശാസ്ത്രങ്ങൾ തയ്യാറാക്കി. അപ്പോൾ ഈ വേദങ്ങൾ കുറച്ച് വളരെ ഉന്നതമായ തലത്തിൽ അത്ര കണ്ട് പരിശ്രമിച്ച് ആ ഒരു ജ്ഞാന ശ്രദ്ധ നിഷ്ഠയുള്ള സാധകന്മാർക്ക് മാത്രമേ അറിവ് നേടാൻ പര്യാപ്തമാവുകയുള്ളൂ. കാരണം അത് ഇച്ചിരി ഉന്നതമായ തലത്തിലാണ്. അപ്പോൾ അതിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഈ അറിവ് എത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഉപനിഷത്ത് എന്ന നിലയിലേക്ക് പിന്നീട് നമ്മുടെ ഋഷീശ്വരന്മാർ അതിനെ കൊണ്ടുവന്നു. ഉപനിഷത്തിൽ ചോദ്യോത്തരം പോലെയാണ്. ശിഷ്യന്മാർ ചോദിക്കും, ആ ചോദ്യത്തിന് ഗുരുനാഥൻ ഉത്തരം കൊടുക്കുന്ന ചോദ്യോത്തരം പോലെ ഉപനിഷത്തുക്കൾ വന്നു. പക്ഷെ അതിലും പെടാത്ത സാധാരണക്കാരുണ്ട്. ജീവിതത്തിൽ അല്ലാതെയുള്ള ലോക വ്യവഹാരത്തിൽപ്പെട്ട് ജീവിക്കുന്ന, വലിയ ഉന്നതമായ അറിവിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ജീവിക്കുന്ന സാധാരണക്കാരുണ്ട്. അങ്ങനെയുള്ള സാധാരണക്കാരെ ഉപേക്ഷിക്കാൻ ആർക്കും മനസ്സ് വന്നില്ല. വ്യാസന് മനസ്സ് വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ആകർഷിക്കണമെങ്കിൽ എന്ത് വേണം? വിളിച്ചിരുത്തി വലിയ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞാൽ ഇരിക്കുമോ? കേൾക്കില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു സാധനമാണ് ഏത്? കഥ എന്ന് പറയുന്നത്, അല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ടോ? ഓരോ പ്രായക്കാരും അവരവരുടെ തലത്തിനനുസരിച്ചിട്ടുള്ള കഥകളാവുമെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എന്ത് കേൾക്കും? കഥകൾ കേൾക്കും, അല്ലേ? കേൾക്കുമോ? കേൾക്കത്തില്ലേ?
കഥകൾ കേൾക്കുക. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് കഥകളുടെ വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കഥകൾ എല്ലാവർക്കും സ്വീകാര്യതയായതുകൊണ്ട് കഥാരൂപത്തിലൂടെ ഈ പരമമായ ജ്ഞാനത്തെ പകരാൻ ആരാഗ്രഹിച്ചു? വ്യാസൻ ആഗ്രഹിച്ചു. അതിനാണ് ഇത്രയും കഥകളെ വ്യാസൻ സെലക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ അർത്ഥം കഥകളെ പഠിപ്പിക്കലല്ല, കഥകളിലൂടെ എന്ത് പഠിക്കണം? അറിവിനെ പകരണം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ ചില പ്രക്രിയകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഗൃഹവൈദ്യം എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ ഇന്നത്തെ കണക്ക് ഓടിയെടുത്ത് ക്ലിനിക്കിൽ പോകുക, ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ള ശീലം അല്ലായിരുന്നു. പകരം എന്ത് ചെയ്യും? ചില കഷായം വെച്ച്, അല്ലേ? അതുപോലെയൊക്കെ ചില സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മഴക്കാലം വരുന്നതിന് മുമ്പ്, ഈ രോഗകാലഘട്ടമൊക്കെ വരുന്ന ഓരോ കാലഘട്ടങ്ങളുണ്ടല്ലോ, മഴയും മറ്റുമൊക്കെ വരുമ്പോൾ കുട്ടികൾ ഇറങ്ങി മഴ നനഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാലം വരുന്നതിന് മുമ്പ് ഈ മുത്തശ്ശിമാർ അവരുടെ തൊടിയിൽ നിന്നും പറമ്പിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഔഷധങ്ങളൊക്കെ ശേഖരിക്കും. അതിനകത്ത് ആടലോടകം ഉണ്ടാവും, തൃപ്പലി ഉണ്ടാവും, തുളസിയില ഉണ്ടാവും, പനിക്കൂർക്ക ഉണ്ടാവും, കിരിയാത്തുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഔഷധങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഇതെല്ലാം കൂടി അരച്ച് ഇത് നല്ല ചെറിയ ഗുളിക പോലെയാക്കി തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും. കാരണം വെയിലത്ത് വെച്ചാൽ അതിൻ്റെ ഔഷധം നഷ്ടപ്പെട്ടു. തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് ഇത് ഈർപ്പം തട്ടാത്ത തരത്തിൽ ഏതെങ്കിലും ചെറിയ ഭരണിയിലോ ഡപ്പിയിലോ ഒക്കെ അടച്ച് സൂക്ഷിച്ചു വെക്കും. കാരണം മഴക്കാലമാകുമ്പോൾ മുതിർന്നവരും കുട്ടികളും ഒക്കെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? മഴ നനയും, പനിയുണ്ടാവും, ജലദോഷം ഉണ്ടാവും. ആ സമയത്ത് ഈ മരുന്നാണ്, ഈ മുത്തശ്ശി വൈദ്യമാണ് ഇവർ വീട്ടിൽ പ്രയോഗിക്കുന്നത്. ഇത് മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഇത് കഴിക്കുന്നതിന് യാതൊരു മടിയുണ്ടാവില്ല. കാരണം എന്താ? അസുഖമുണ്ട്, അസുഖം മാറണമെങ്കിൽ ഇത് കഴിക്കണം എന്നുള്ള ബോധം അവരൊക്കെ ഉണ്ടാവും, മുതിർന്നവർക്കുണ്ടാവും. പക്ഷെ കുട്ടികൾ ഈ മരുന്ന് കഴിക്കാൻ വളരെ പ്രയാസമാണ്. എന്താ കാരണം വെച്ചാൽ ഇതിന് നല്ല കയർപ്പുണ്ടാവും. ഇപ്പോൾ കിരിയാത്ത് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ, കിരിയാത്തിനൊക്കെ നല്ല കയർപ്പുണ്ടാവും, തൃപ്പലിക്ക് നല്ല എരിവുണ്ടാവും. അപ്പോൾ എരിവും കയർപ്പും ഒക്കെയുള്ള തീക്ഷ്ണമായ ഈ വസ്തുക്കൾ ആര് കഴിക്കില്ല? കുട്ടികൾ കഴിക്കില്ല. അപ്പം അത്തരം വസ്തുക്കൾ കുട്ടികൾ കഴിക്കാത്തത് കൊണ്ട്, എന്നാൽ കുട്ടിയെ കൊണ്ട് ഇത് കഴിപ്പിക്കുകയും വേണം രോഗം മാറണമെങ്കിൽ, അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചില കൗശല പ്രക്രിയകളുണ്ടാവും. അതിനകത്തൊന്ന് ചിലപ്പോൾ ചില ശർക്കര എടുത്ത് ഈ ഗുളികയുടെ ചുറ്റും അങ്ങ് തേക്കും, അല്ലെങ്കിൽ തേൻ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ചുറ്റും പുരട്ടും. ഇത് പുരട്ടിയതിന് ശേഷം ഈ തേനിൽ തൊട്ട കൈ അല്ലെങ്കിൽ ശർക്കരയിൽ തൊട്ട കൈ ആരുടെ ചുണ്ടിൽ തേച്ചു കൊടുക്കും? കുട്ടികളെ ചുണ്ടിൽ തേച്ചു കൊടുക്കും. അവർ അന്നേരം അത് നുണയുമ്പോൾ എന്തുണ്ടായി? മധുരം ഉള്ളിച്ചെന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ബോധതലത്തിലെ ചിന്ത എന്താ? ഈ മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന ഈ ഉരുണ്ട സാധനം മുഴുവൻ എങ്ങനെയുള്ളതായിരിക്കും? മധുരമുള്ളതാണ്. പിന്നെ വാ തുറക്കാൻ മടി വല്ലതും കാണുമോ? വാ തുറന്ന് കൊടുക്കും, വായിലോട്ട് വെച്ച് കൊടുക്കും. ഈ മധുരം അലിഞ്ഞങ്ങ് മാറുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി എന്ത് ചെയ്യും? ഒരു അര ഗ്ലാസ് വെള്ളം കൂടി എടുത്തങ്ങ് കുടിപ്പിക്കും. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അതിന് രുചിയോ എരിവോ പുളിയോ മധുരമോ വല്ലതും ഉണ്ടോ? ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ആകെ ഒരു ജാൻ സ്ഥലത്താണ് ഈ എരിയും പുളിയുടെയൊക്കെ പേരിൽ വീട്ടിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കണേ, അല്ലേ? കുടുംബകലഹവും ഒക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഡൈവോഴ്സ് വരെ എത്തുന്നത് ഏതിൻ്റെ പേരിലാണ്? വീട്ടിലെ പാത്രങ്ങളെല്ലാം വാരി വലിച്ചെറിഞ്ഞ്, അല്ലേ? 4-5 ദിവസം മിണ്ടാതിരുന്ന് കുറ്റം പറഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇതുപോലെ ഒരു ചാണോ ഒരു പിടിയോ ഒക്കെ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒരു വിരലിൻ്റെ നീളമുള്ള പ്രശ്നം പോലും നമ്മൾ വലിച്ച് കിലോമീറ്റർ കണക്കിന് നീട്ടും. എന്നിട്ട് 2 വർഷം അതിൻ്റെ പേര് തമ്മിലടിച്ചുകൊണ്ടിരിക്കും, ആരും തോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അപ്പോൾ പല വിഷയങ്ങളെയും നമ്മൾ വേണ്ടും വണ്ണം മനസ്സിലാക്കിയാൽ വളരെ നിസ്സാരമാണ് ജീവിതത്തിലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഒരു ചാണെന്ന് പറയുന്നതിൻ്റെ അളവ്, പല വിഷയങ്ങളും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ മധുരവും ഇല്ല, പുളിയില്ല, ഒന്നുമില്ല, കുട്ടി അത് കഴിച്ചു. ഇവിടെ മുത്തശ്ശി ഇവിടെ ഉദ്ദേശിച്ചത് കുട്ടിയെ മധുരം കഴിപ്പിക്കലാണോ അതോ ഔഷധം കഴിപ്പിക്കലാണോ? എന്തായിരുന്നു മുഖ്യ ഉദ്ദേശം? ഔഷധം കഴിപ്പിക്കലാണ്. അതിന് വേണ്ടിയിട്ട് മധുരം, അതിനൊരു തന്ത്രപൂർവ്വം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? കുട്ടിയെ ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മധുരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഔഷധമാണ് കുട്ടിയെ കഴിപ്പിച്ച, ഔഷധത്തിലൂടെ രോഗം മാറി. ഇവിടെ ഇതുപോലെയാണ് വ്യാസൻ. ഈ ഗുരുക്കന്മാരെ നമുക്ക് പലപ്പോഴും മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയൊക്കെ കാണാൻ സാധിക്കും. മനസ്സിലല്ലേ? ഗുരുക്കന്മാർ വളരെ ബുദ്ധിപൂർവമാണ് ഒരാളിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ വ്യാസൻ ഇതുപോലെ തന്നെ കഥകളാകുന്ന മധുരം കൊണ്ട് പൊതിഞ്ഞ്, മനസ്സിലായില്ലേ? കഥകളാകുന്ന
മധുരം കൊണ്ട് പൊതിഞ്ഞ് എന്താ നമ്മളെ ആകർഷിപ്പിക്കാൻ. വെറുതെ ഇരുന്ന് കാര്യം പറഞ്ഞാൽ നമ്മളാരും വന്നിരിക്കുക. അപ്പോൾ എന്ത് വേണം? അതിന് പാമ്പിൻ്റെ മുകളിൽ കയറി നൃത്തമാടിയത് വേണം, ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് വേണം, കുളിക്കാൻ പോയത് തുണി എടുത്തുകൊണ്ട് പോയത് വേണം, വെണ്ണ കട്ടത് വേണം, ഉരല് വലിച്ചുകൊണ്ട് പോയത് വേണം, അല്ലേ? നരസിംഹം ആയിട്ട് വന്ന് ഹിരണ്യകശുവിനെ കൊന്നത് വേണം, പാലാഴി മദനം വേണം, വാമനാൻ്റെ ഒരു കഥ വേണം. ഇങ്ങനെ പല പല കഥകളും ഈ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മധുരമായി ആ കഥകളെ ചേർത്ത് വെച്ചു. അതിനുള്ളിൽ എന്ത് ചെയ്തു? അറിവ്, ജ്ഞാനത്തെ അതിനുള്ളിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു ഔഷധമാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഔഷധം ആണ്. ജ്ഞാനം ഔഷധമാണ്. ഇവിടെ മുമ്പേ പറഞ്ഞു, മുത്തശ്ശി മരുന്ന് കൊടുത്തത് പനിയോ ജലദോഷമോ ഇല്ലാതാവാനാണെങ്കിൽ വ്യാസൻ ഭാഗവതം നമുക്ക് തന്നത് ഏത് രോഗത്തെ ഇല്ലാതാക്കാനാണ്? ഏത് രോഗത്തെ ഇല്ലാതാക്കാനാണ്? ഏത് രോഗത്തെ ഇല്ലാതാക്കാനാണ് വ്യാസൻ നമുക്ക് ഭാഗവതം തരുന്നത്? നമ്മളൊക്കെ കൃത്യമായ ഒരു രോഗമുണ്ട് എന്ന് ബോധ്യമുള്ളവനെ ഔഷധം കഴിക്കുള്ളൂ, അല്ലേ? അതുപോലെ ഭാഗവതമാകുന്ന ഔഷധം കഴിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അറിയണം നമ്മളിലൊരു രോഗമുണ്ട്. എന്താ രോഗം? അജ്ഞാനമാകുന്ന രോഗത്തെ ഇല്ലാതാക്കാം. മനസ്സിലല്ലേ? എല്ലാ രോഗത്തിൻ്റെയും മൂലകാരണവും ഏറ്റവും വലിയ രോഗകാരണം എന്താണ്? അജ്ഞാനമാണ്. സർവ്വദുഃഖത്തിൻ്റെയും കാരണം എന്താണ്? അജ്ഞാനമാണ്. മനസ്സിലായില്ലേ? ദുഃഖ നിവാരണത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താ? ഭാഗവതം പഠിപ്പിക്കുന്നത് അറിവ് നേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പലതും നഷ്ടപ്പെട്ടു, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ചു, വന്നില്ല, ചേർന്നില്ല, ഉള്ളത് കയ്യിൽ നിന്ന് പോയി. ഇതെല്ലാം നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനത്തിൻ്റെ പ്രേരണ മൂലമാണ്. എല്ലാ ദുഃഖങ്ങളെയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആദി എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. അജ്ഞാനമാകുന്ന രോഗത്തെ ഇല്ലാതാക്കാനുള്ള ഔഷധമാണ് ഏത്? ഭാഗവതം. മനസ്സിലായില്ലേ? ആ നിലയിൽ നമ്മളിൽ പരിവർത്തനം വരുത്താനും നമ്മളിലുള്ള രോഗത്തെ ഇല്ലാതാക്കി പരിപൂർണമായ അവസ്ഥയിലേക്ക്, ജ്ഞാനബോധത്തിലേക്ക് ഉയർത്താനുമാണ് ഭാഗവതം എന്ന ബോധത്തോടു കൂടി വേണം നമ്മൾ എന്ത് ശ്രവിക്കാൻ? ഭാഗവതം ശ്രവിക്കാൻ. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ? കുറേ കഥ കേട്ടു, അമ്പലത്തിൽ പോയിരുന്ന് കേട്ടാൽ പുണ്യം കിട്ടുമെന്ന് ആരോ പറഞ്ഞു, എന്നാൽ കുറച്ച് പുണ്യവും കിട്ടിക്കോട്ടെ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ ചിലപ്പോൾ വല്ല വരവൊക്കെ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചു മാത്രം വന്നു പോകുന്നവരായി മാറും. അപ്പം നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ടുള്ള ഗുണമോ അതിൻ്റെ സ്വാധീനമോ ഇല്ലാതെ പോകുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗവതത്തിൻ്റെ ഓരോ കഥകളെന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് ഉറപ്പിക്കണം.